ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ രസകരമായിട്ടുള്ളതും അബദ്ധം പറ്റിയിട്ടുള്ളതുമായ ഒരു കാര്യം കേട്ടോ. അപ്പം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കേൾക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് കഥാപാത്രങ്ങളായിരിക്കുന്നത് ഞാൻ മാത്രമല്ല, എന്നെ അറിയുന്ന കുറച്ച് നല്ല സുഹൃത്തുക്കളും ഇതിനകത്ത് കഥാപാത്രങ്ങളായിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ പോവാം കേട്ടോ. അപ്പം ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഞ്ചാബിൽ പോയി, പിന്നെ അല്ലറ ചില്ലറ സ്ഥലങ്ങളിലൂടെയൊക്കെ തെണ്ടി നടന്ന് ജോലിയൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും സെറ്റാകാതെ വന്നപ്പോഴാണ് ഞാൻ സീമാസിൽ കയറുന്നത് കേട്ടോ, തൊടുപുഴ സീമാസിൽ. അപ്പം സീമാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ ഓപ്പണായിട്ടങ്ങ് പറയുവാണെങ്കിൽ നല്ല കടയാണ്, എല്ലാം നല്ല ആൾക്കാരാണ് കേട്ടോ അവിടെയുള്ളത്. അതൊന്നും ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഞങ്ങളുടെ സാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജി സാറെന്നാണ് വിളിക്കുന്നത് കേട്ടോ. സാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കടകളിലൂടെയൊക്കെ സൗന്ദര്യമുള്ള പെൺപിള്ളേരെ എടുക്കുമ്പോൾ ഞങ്ങളുടെ സീമാസിൽ സാറ് മാത്രം വലിയ സൗന്ദര്യം ഉള്ളവരെയൊന്നും എടുക്കില്ല കേട്ടോ. എന്താ പറയുക, വെലിഞ്ഞതും കറുത്തതും വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്ത സാറ് പറയുന്ന ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെയുള്ളവരെ നിർത്തുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നമ്മളെ കൊണ്ടുപോവുകയില്ല. അഥവാ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചതുപോലെ തന്നെ കൊണ്ടുവിടും. അതുപോലത്തെ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ആൾക്കാരെ എടുക്കുകയുള്ളൂ എന്ന് സാറ് പറയും കേട്ടോ. അപ്പം ഞങ്ങൾ സാറിങ്ങനെ സൗന്ദര്യം നോക്കാതെ എടുത്തത് കൊണ്ട് ഞാനൊക്കെ അവിടെ കയറി കേട്ടോ. അങ്ങനെ നമ്മൾ സീമാസിൽ നല്ല സെറ്റപ്പായിട്ട് നിൽക്കുന്ന കാലം കേട്ടോ. അപ്പോൾ ഓഫീസിലും പിന്നെ എല്ലായിടത്തും നമ്മളിങ്ങനെ ഓൾ ഇൻ ഓൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താട്ടോ ഒരു സംഭവം ഉണ്ടായിട്ടോ. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ കടയുടെ പുറകിലാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. അപ്പം താഴെ സെല്ലാറെന്ന് ഉണ്ട് കേട്ടോ, വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സെല്ലാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പൂട്ടിയിട്ടേക്കും. ഞങ്ങളെ പൂട്ടിയിട്ടേക്കെന്ന് വെച്ചാൽ ഗേറ്റ് ഉണ്ട്, അപ്പോൾ ഗേറ്റ് അടച്ചിട്ടേക്കുക. അപ്പം നമ്മൾ മണ്ടയിലാണ് ഹോസ്റ്റൽ, കടയുടെ പുറകുവശത്താട്ടോ ഹോസ്റ്റൽ. അപ്പം അന്ന് ഒരു ദിവസം രാത്രി ഒരു 10-10:30 ആയി കാണും കേട്ടോ. അപ്പം നമ്മൾ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ വിശ്രമിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വിശ്രമ വേളകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്കൂളിനകത്ത് പാട്ട് പാടും, അതുപോലെ തന്നെ ഡാൻസ് കളിക്കും, അങ്ങനെയൊക്കെ നമ്മളങ്ങനെ അങ്ങ് തള്ളി നീക്കുക കേട്ടോ. ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം കൂടെ കൂടി ഭയങ്കര വൈബായിട്ട് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം സെറ്റപ്പ് ചെയ്യുന്ന സമയത്താട്ടോ ഒരു അലാറം അടിക്കുന്നത് കേട്ടു കേട്ടോ, ഒരു ഫയർ അലാറം അടിക്കുന്ന ഒച്ച കേട്ടു കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കടകളിക്കടയൊക്കെ ഉള്ള സംഭവമാണല്ലോ ഈ ഫയർ അലാറം. അപ്പോൾ അത് ചെറിയൊരു പുകയൊക്കെ കാണുമ്പോഴത്തേക്കും അലാറം അടിക്കും. അപ്പം ആക്ച്വലി ഞങ്ങളിങ്ങനെ മുറിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അലാറം അടിച്ചു. അലാറം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും മനസ്സിലായില്ല ഇത് എന്തിൻ്റെ ഒച്ചയാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി ഇത് ഫയർ അലാറം അടിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, എടി ഓടിക്കോടി ഫയർ അലാറം അടിക്കുന്നടി എന്ന് പറയുമല്ല, ഞങ്ങളുടെ മുറിയിലിരിക്കുന്നത്. അപ്പം മൂന്ന് സെറ്റായിട്ടാണ്. എന്ന് വെച്ചാൽ മുകളിലത്തെ നിലയിൽ ഞങ്ങൾ താമസിക്കുന്നു, അതിന് തൊട്ട് താഴത്തെ നിലയിൽ കുറച്ച് ആൾക്കാരുണ്ട്, അതിൻ്റെയും താഴത്തെ നിലയിലും ഓരോ മുറി, കടയുടെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. പുറകുവശത്തെ ഭാഗങ്ങളാണ് ഹോസ്റ്റലായിട്ടിരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഞാൻ ഓടിക്കോടി എന്ന് പറയുമല്ല, ഞാൻ അവിടെ നിന്ന് ഓടി ഇറങ്ങി കേട്ടോ പുറത്തേക്ക്. എൻ്റെ പുറകെ വാലെ എല്ലാവരും ഇറങ്ങി. അവിടെയുള്ള എല്ലാവരും, ഞങ്ങളുടെ മുറിയിലുള്ള എല്ലാവരും ഇറങ്ങി കേട്ടോ. അപ്പം ഞങ്ങൾ അപ്പം അതിനിപ്പോൾ ആരാണ്ട് മുകളിൽ പോയി പറഞ്ഞു. അപ്പം ബാത്റൂം ഏറ്റവും മണ്ടയില്ല. അപ്പോൾ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവിടെ അലക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, ബാത്റൂമിലുള്ള ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അവിടെ ആട്ടോ മെസ്സൊക്കെ. അപ്പം അവിടെയുള്ള ആൾക്കാരെ എല്ലാം ആരാണ്ട് പോയി വിളിച്ചുകൊണ്ട് വന്നു. ഫയർ അലാറം അടിക്കുന്നുണ്ട്, കടയ്ക്ക് തീ പിടിച്ചു. അപ്പോൾ എല്ലാവരും ഓടിക്കോളാൻ പറഞ്ഞ് എല്ലാവരും ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ഇറങ്ങി ഓടിയല്ലോ. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ഞങ്ങൾ 5ാമത്തെ നിലയിലാണ് ഞങ്ങളുടെ മുറി. അപ്പോൾ 5ാമത്തെ നിലയിൽ നിന്ന് 4ാമത്തെ നിലയിലേക്ക് ഇറങ്ങുമ്പോഴും അവിടെ അലാറം അടിക്കുന്നു. ഞങ്ങൾ കാലി ചവിട്ടുന്ന എവിടെയാണോ അവിടെ എല്ലാം അലാറം അടിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അടിച്ചടിച്ച് 4ാമത്തെ നിലയിൽ 3ാമത്തെ നിലയിൽ ഞങ്ങൾ പോകുന്ന വഴിക്കൂടെ ആൾക്കാരെ എല്ലാം ശേഖരിച്ച് പൊക്കോടി ഫയർ അലാറം അടിക്കുന്നത്, ഇവിടെ എല്ലാം തീ പിടിച്ച് എല്ലാം സംഭവം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങും കേട്ടോ. അപ്പോൾ താഴെ അന്ന് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന നടരാജൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാട്ടോ. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ തട്ടുക. അപ്പോൾ രാത്രിയാണല്ലോ, അപ്പോൾ ചേട്ടൻ ഒരു 10-10:30 ആയിക്കാണും കേട്ടോ സമയം. അപ്പോൾ ചേട്ടാ കതക് തുറക്ക്, ഇത് തുറക്ക് ചേട്ടാ, ഗേറ്റ് തുറക്ക് ചേട്ടാ, ഫയർ അലാറം അടിച്ച് ചേട്ടാ, ഇവിടെ തീ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ ചേട്ടൻ ഒരു 5 മിനിറ്റ് തുറക്കാൻ താമസിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ തുറക്കാൻ താമസിച്ചപ്പോൾ ഞങ്ങൾ നോക്കിയത് ഇതിൽ രക്ഷപ്പെടാമെന്നാണ് ഞാൻ നോക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ പുറകുവശത്തൊരു എല്ലാം ഗ്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ഗ്ലാസ് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴോട്ടെടുത്ത് ചാടുന്നത് കയ്യും കാലും ഒടിയും. ഒരു നിലയുടെ മണ്ടയിലാന്ന് കൂട്ടിക്കാണും. അപ്പോൾ തീ പിടിച്ച് ചാവുന്നേക്കാളും ഭേദമല്ലോ എന്നോർത്ത് ഞാനൊക്കെ ആദ്യം ഓർത്ത് ആ ഗ്ലാസ് തല്ലിപ്പൊട്ടിച്ച് എല്ലാവരോടും അതിനകത്തോട്ട് ചാടാമെന്നാട്ടോ ഓർത്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേട്ടൻ നിർത്തി കൂടി വന്ന് ഗേറ്റൊക്കെ തുറന്നു.
ഗേറ്റിൽ തുറന്ന് ഞങ്ങൾ അതിന് ഗേറ്റിൽ നിന്ന് പുറത്ത് ചാടി. പുറത്തിറങ്ങുമ്പോൾ ചേട്ടാ എനിക്ക് പേടിയായിട്ട് പാടില്ല ചേട്ടാ, ഫയറല്ല. അന്നേരം ഞങ്ങൾ സെല്ലാറിലെത്തുമ്പോഴാണ് സെല്ലാറിൻ്റെ അലാറം അടിക്കുന്നത്. ഞങ്ങൾ എവിടെ ചെല്ലുന്നോ, ഞങ്ങൾ കാലെവിടെ വെക്കുന്നോ അവിടെ എല്ലാം അലാറം അടിക്കും കേട്ടോ. ഞങ്ങൾ സെല്ലാറിൽ ചെന്ന് അവിടെ വെച്ചപ്പോഴത്തേക്കും അലാറം അടിച്ചു. എല്ലാവരും ആ ഹോസ്റ്റലുണ്ടായിരുന്ന സകല പിള്ളേരും, ഒരു 10-30 പിള്ളേരിന് മേലെയുണ്ട്, അതെല്ലാവരും സെല്ലാറിലും കേട്ടോ. കുളിക്കുന്ന ഡ്രസ്സിൽ കുളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ വരെ പെട്ടെന്ന് ഡ്രസ്സ് എടുത്തിട്ട് കുളിച്ചതിൻ്റെ പകുതി പോലും കുളിച്ച് കഴിയാത്ത ആൾക്കാർ വരെ താഴെ നിൽക്കുക. ഞങ്ങളെല്ലാവരും സെല്ലാറ് നിൽക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ സാറിനെ വിളിച്ചിട്ട്, ആക്ച്വലി സംഭവം വേറെ ഒന്നുമല്ല, അതിൻ്റെ ഫയർ അലാറം കേടായിരുന്നു കേട്ടോ. നമ്മളത് അറിഞ്ഞില്ല. അത് പകലതെന്തോ നന്നാക്കാനൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലാറം അടിച്ചു, തീ പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് സാറ് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, അത് കേടാണ്, അതുകൊണ്ട് അത് അടിച്ചതെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങളെല്ലാം ചമ്മി നാറി കയറി പോയിട്ടോ. എന്നാലും ഞങ്ങൾക്ക് പേടി, ഇനി എങ്ങാനും അലാറം കേടല്ലാതെ എങ്ങാനും അടിച്ചതാണെങ്കിലോ എന്ന് അങ്ങനെ ഒരു പേടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്നാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പേടിച്ച് ജാഗരൂകരായിട്ടാട്ടോ കിടന്നു അന്ന് രാത്രിയിൽ. എല്ലാവരും ഭയങ്കര തമാശയായിട്ടോ. എന്നാണേലും ഭയങ്കര രസമായിരുന്നു കേട്ടോ അന്ന്. കാരണം നമ്മൾ അങ്ങനെ ഒരു സംഭവത്തിൽ ഇപ്പോൾ കുറേ പേരൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ കുറേ പേർക്ക് ചിരി വരുന്നുണ്ടായിരിക്കും. കാരണം എൻ്റെ ഫ്രണ്ട്സിൽ കുറേ പേരൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ഓടാൻ കൂടിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര രസമുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അത് അന്ന് ഞങ്ങൾ പേടിച്ചെങ്കിലും ഇന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കരമായിട്ട് ചിരി വരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.